ഹലോ ഗൈസ്, ഈ ചാനൽ തുടങ്ങിയ പിന്നെ രണ്ടാമത്തെ ബാഗ് പാക്കിംഗ് ബ്ലോഗ് ആയിരിക്കും. 1 ഇയർ മുമ്പ് ഞാൻ ഇട്ടത്. അങ്ങനെ കുറച്ച് നേരത്തെ ലീവ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് തിരിച്ചിട്ട് ദുബൈയിലേക്ക് പോകുന്നത്. നാളെ ഏതൊരു വൈഫും ബേജാറോടെ അല്ലാതെ ഈ ഒരു ബാഗ് പാക്ക് ആക്കിയിട്ടുണ്ടാവില്ല. എത്ര ബേജാറുണ്ടെങ്കിൽ ഇത് പുറത്തൊന്നും കാണിക്കാതെ ഫേസ് ആക്കിയേ പറ്റൂ. ഡ്രസ്സെല്ലാം ഓൾമോസ്റ്റ് ഞാൻ പാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലോസ് ഒന്നും ആക്കിയിട്ട്, കാരണം യാസിച്ച വന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആക്കട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഇടാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച്, ഈ ഒരു ഡ്രസ്സ് പറഞ്ഞാൽ യാസിച്ചക്ക് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ബർത്ത്ഡേ ഓഗസ്റ്റ് 3. പിന്നെ ഓഗസ്റ്റ് 3 ഇടുമ്പോൾ നമുക്ക് കാണാൻ കഴിയാലോ. സോ ഞാൻ വിചാരിച്ച് ഇട്ടിട്ട് പോയെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം, നല്ല ഫോട്ടോസ് എല്ലാം എടുക്കുകയും ചെയ്യാം. പിന്നെ രാവിലെ 6 മണിയാകുമ്പോഴേക്ക് പെരക്കുന്ന കഴിഞ്ഞ് എന്റെ ഉമ്മ ബ്രദറെല്ലാം വന്നിട്ടുണ്ട് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ. അങ്ക് പറഞ്ഞാൽ ബേജാറ് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഞാൻ എയർപോർട്ടിലിട്ട് ഫുള്ള് കരയുന്നുണ്ടായത്. യാസിച്ചക്ക് നല്ല ബേജാറുണ്ട്. എന്താക്കല് ആൾക്കാരെ മെന്റാലിറ്റി ഉണ്ട്, ദുബൈയിൽ പോയാൽ മാത്രമേ സെറ്റ് ആവും എന്നുള്ളൊരിത്. നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നാട്ടിൽ തന്നെ ബെറ്റർ. ഒന്നില്ലെങ്കിൽ കൂടെ നിൽക്കുകയെങ്കിൽ ചെയ്യാം, സ്വന്തം ഫാമിലിനെല്ലാം കണ്ടുകൊണ്ട്. ഒരണിക്ക് നോക്കി ഈ പ്രവാസികൾ ജീവിതം ഭയങ്കര കഷ്ടമാണ്. 2 കൊല്ലം നിന്നിട്ട് ചിലപ്പോൾ നാട്ടിലിരുന്ന് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ എന്നെ ചോദിക്കും എപ്പോൾ പോകുന്ന ടിക്കറ്റ് എടുക്കുന്നില്ലേ എന്നുള്ളൊരിത്. ഇവരെന്ന് പറഞ്ഞാൽ 10-18 വയസ്സാകുമ്പോൾ തന്നെ പറയുന്നത് പാസ്പോർട്ട് ആക്കിയിട്ട് ദുബൈയിലേക്ക് അയക്കും. പിന്നെ ആ ഒരു ലൈഫ് ഒന്നും ഒരിക്കലും കംബാക്ക് ഉണ്ടാവില്ല. 10-45-50 വയസ്സായിട്ടാകുമ്പോഴേക്കും നാട്ടിൽ വന്നിട്ട് ശരിക്കും വൈഫിന്റെ മക്കളൊക്കെ ജീവിക്കുന്നത് അപ്പായിരിക്കും. അപ്പളേക്ക് ഇവരെ നല്ല പ്രായം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഇമോഷണൽ ഫീലിങ്സ് ഒരിക്കലും കൺട്രോൾ ആക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ആരുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് ആരില്ലാത്തത് പോലെ ആയിരിക്കും. നമ്മൾ പാരന്റ്സ് ആവാനേ പറ്റൂ, ബ്രദറിന് ബ്രദർ ആവാനേ പറ്റൂ. പക്ഷെ പാർട്ട്ണർക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ എല്ലാവരുടെയും യാത്ര പാർട്ട് ഉള്ളിലേക്ക് പോയി. ഏറ്റവും കാണാൻ കഴിയാത്ത സംഭവം ഇതാണ്, ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത്. യാസിച്ച പോകുമ്പോ പിന്നെ കയറുന്നിടത്തേക്കും വരെ ഞാനും പോയി. അങ്ങനെ പൊന്നാരമാരന്റെ കനിവോലും നെഞ്ചിലെ കാണാക്കിനാവിനായി കാത്തിരുന്നു എന്റെ മൊഞ്ചേറും കൽബിനെ കാത്തിരുന്നു. ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് സമയം നമ്മ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പെരക്കോയി.